ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് യാത്ര പുറപ്പെട്ടു. ദൂരയാത്രയായിരുന്നു. തൻ്റെ ശിഷ്യന്മാരോട് യാത്ര വളരെ മനോഹരമായി തുടങ്ങിയ കാടുകളിൽ കൂടി സഞ്ചരിക്കേണ്ടത് വന്നു. നമുക്കറിയാം, ശിഷ്യന്മാർ കൂടെ നടക്കുന്നത് ഗുരുവിൽ നിന്ന് പഠിച്ചെടുക്കാനും പഠിച്ച കാര്യങ്ങളെ വീണ്ടും മറ്റുള്ളവർക്ക് പകർത്തുവാനാണ്. ഇതിൽ യാത്ര ശുഭമായിരുന്നു. പെട്ടെന്ന് ഗുരു ഇപ്രകാരം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അതിൽ ചില ശിഷ്യന്മാർ വേഗം തൻ്റെ കയ്യിലിരുന്ന പാത്രം കൊണ്ട് വെള്ളം കോരാൻ പോയി. നമുക്കറിയാം, കാടുകളിൽ ഒഴുകുന്ന വെള്ളം വളരെ ക്ലീൻ വെള്ളമായിരിക്കും. വെള്ളം കോരാൻ ചെന്നപ്പോൾ കുറേ ആനകൾ ആ പുഴയിൽ ഇറങ്ങി കുളിച്ച വെള്ളത്തെ അങ്ങ് കലക്കിക്കളഞ്ഞു. വെള്ളം കോരാൻ പോയ ശിഷ്യന്മാർക്ക് വളരെ വേദനയായിപ്പോയി, വിഷമത്തിലായിപ്പോയി. അവർ വളരെ ദുഃഖത്തോട് മടങ്ങി തൻ്റെ ഗുരുവിൻ്റെ അടുക്കൽ വന്ന് കണ്ട സംഭവം പറഞ്ഞു. കേട്ട ഗുരുവിന് യാതൊരു വിഷമവും ഉണ്ടായില്ല. നമുക്ക് അല്പനേരം ഈ മരത്തിൻ്റെ ചോട്ടിൽ വിശ്രമിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരെയും, എല്ലാ ശിഷ്യന്മാരെയും തൻ്റെ ചുറ്റിലും ഇരുത്തിയിട്ട് വേദപുസ്തകത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 33, 34, 35, 36 ഈ വചനങ്ങളെ തൻ്റെ ശിഷ്യന്മാരോട് ധ്യാനിക്കാൻ തുടങ്ങി. ആ തിരുവെഴുത്തുകളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. ആ കൊളുത്തിയ വിളക്കാരും നിലവറയിലോ പറയിൻ കീഴിലോ വയ്ക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വയുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷം ഉള്ളതാണെങ്കിലോ ശരീരവും ഇരുട്ടും ഉള്ളത് തന്നെ. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതെ ഇരുപ്പാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കുന്നത് പോലെ അശേഷം പ്രകാശിതമായി ഇരിക്കും. യേശു കർത്താവ് പറഞ്ഞ് പഠിപ്പിച്ച് ധ്യാനിപ്പിച്ച് ഒരു വളരെ മനോഹരമായ ഒരു ഭാഗമാണ് നാം ഇന്ന് ദൈവസന്നിധിയിൽ ഒത്തൊരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ദൈവം ചോയ്സ് തന്നിട്ടുണ്ട്. നമുക്ക് വലത്തോട്ടും പോകാം, ഇടത്തോട്ടും പോകാം. നന്മയും ചെയ്യാം, തിന്മയും ചെയ്യാം. പ്രതികാരവും വീട്ടാം, ക്ഷമിക്കുകയും ചെയ്യാം. വളരെ മനോഹരമായി തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചിട്ട് വളരെ മനോഹരമായ ഒരു ഏദൻ തോട്ടം ഉണ്ടാക്കി അതിൽ ഈ കുഞ്ഞുങ്ങളെ ആദാമിനെയും ഹവ്വയെയും വിട്ടിട്ട് പറഞ്ഞു, യു ക്യാൻ ലീവ്. പണിയെടുത്ത് അധ്വാനിച്ച് ജീവിച്ചു. അതോടൊപ്പം നിങ്ങൾ സൃഷ്ടിച്ച എന്നെ അനുസരിച്ച് ജീവിക്കണം. അനുസരിക്കാൻ വേണ്ടി ഒരു കൽപ്പനയും കൊടുത്തു. ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. ചോയ്സ് ഉണ്ടായിരുന്നു അവിടെ. തിന്നാമായിരുന്നു, തിന്നാതെയും ഇരിക്കാമായിരുന്നു. അനുസരിക്കാമായിരുന്നു, അനുസരിക്കാതെയും ഇല്ല. സോ ഇവിടെയും കർത്താവ് പറയുന്നത് ചോയ്സാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നത് നമ്മുടെ ചോയ്സാണ്.
നമ്മുടെ കണ്ണ് നല്ലതാണെങ്കിൽ നമ്മുടെ ശരീരം പ്രകാശമായിരിക്കും. നമ്മുടെ കണ്ണ് നല്ലതല്ലെങ്കിൽ നമ്മുടെ ശരീരം ഇരുളായിത്തീരും. കർത്താവ് വെറുതെ പറഞ്ഞില്ലേ, എൻ്റെ നാമത്തിൽ നിങ്ങൾ വിളിച്ചാൽ മതി എല്ലാം അനുഗ്രഹമായി തീരും എന്നല്ല, ചോദിച്ചാൽ മതി എല്ലാം കിട്ടുമെന്നല്ല. കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, ഇഫ് യു വാണ്ട് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഇഫ് യു വാണ്ട് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. നിൻ്റെ കയ്യിലാണ് അതിരിക്കുന്നത്. നിനക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജയാളിയായ നിങ്ങളുടെ ജോലി സ്ഥലത്താകട്ടെ, നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ, നിങ്ങളുടെ സഭയിലാകട്ടെ, എവിടെയാകട്ടെ, നിങ്ങളുടെ ദേശത്താകട്ടെ, നിങ്ങളുടെ ചർച്ചക്കാരുടെ ബന്ധക്കാരുടെ ഇടയിലാകട്ടെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, ഒരു ജയാളിയായി ഒരു സക്സസ്ഫുൾ ലൈഫ് നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ ഭാഗം ഒരു ചെറിയ ഒരു ഭാഗമാണ്, പക്ഷെ വളരെ മനോഹരമായ ഒരു ഭാഗം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ആ ഗുരു തൻ്റെ ശിഷ്യന്മാരെ അവിടെ ചുറ്റിയിരുത്തി ഈ ഭാഗം പറയേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. കാരണം എപ്പോഴും ഗുരുക്കന്മാർക്ക് തൻ്റെ ശിഷ്യന്മാരുടെ ലൈഫ് എപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കണം എന്നാണ് ആഗ്രഹം. അതേപോലെ യേശുവിനെ പിൻഗമിക്കുന്ന ജനം മുഴുവനും സക്സസ്ഫുൾ ആയിട്ടിരിക്കണം. ഞാൻ യേശുവിനെ പിൻഗമിച്ചു, പക്ഷേ എൻ്റെ ജീവിതം ഫെയിലിയറാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനാ നഷ്ടം, നമ്മെ വീണ്ടെടുത്ത കർത്താവിനാ നഷ്ടം. നമ്മുടെ മക്കളുടെ സക്സസ് കണ്ട് നമ്മുടെ മാതാപിതാക്കൾ അതിനെ കണ്ട് സന്തോഷിക്കുന്നത് പോലെ, ആനന്ദിക്കുന്നത് പോലെ നിങ്ങളുടെ സക്സസ്ഫുൾ ലൈഫ് കണ്ട് ആനന്ദിക്കുന്ന ഒരു പിതാവുണ്ടെന്ന് മറന്നു പോകരുത്. ആമേൻ. വിളക്ക് കൊളുത്തിയിട്ട് അതിനെ ഒരിക്കലും പറയിൻ കീഴ് വെക്കത്തില്ല, ബാസ്ക്കറ്റിൻ്റെ അടിയിൽ വെക്കത്തില്ല. ഏതെങ്കിലും ഒരു വിളക്ക് കൊളുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് തണ്ടിന്മേലെ വെക്കത്തുള്ളൂ. കാരണം വീട്ടിൽ വരുന്നവൻ, അകത്തെ വരുന്നവർ വെളിച്ചം കാണേണ്ടതിന്. ആമേൻ. വെളിച്ചം നിന്റെ ജീവിതത്തിൽ ഇരുന്ന് പുറത്തു വരുന്ന അല്ലെങ്കിൽ പ്രകാശിക്കുന്ന വെളിച്ചം മറ്റുള്ളവർ കാണേണ്ടതിന് കർത്താവ് പറഞ്ഞു, നിന്റെ കണ്ണ് ഒരു ഹെൽത്തി കണ്ണായിട്ടിരിക്കണം, ആരോഗ്യമുള്ള ഒരു കണ്ണായിരിക്കണം. യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകർത്താവായി സ്വീകരിച്ച് അങ്ങിൽ വിശ്വസിച്ച് അങ്ങിൽ ആരാധിച്ച് അങ്ങേ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ നടുവിലാണ് നാം ജീവിക്കുന്നത്. നമ്മളോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, യേശു ക്രിസ്തുവിൻ്റെ വചനം തൻ്റെ ശിഷ്യന്മാരെ മാത്രമല്ല പ്രകാശിപ്പിച്ചത്, യേശു ക്രിസ്തു പറഞ്ഞ ഓരോ വാക്കുകളും ഓരോ തിരുവചനങ്ങളും വായിച്ച് ധ്യാനിച്ച് പ്രമാണിക്കുന്ന സകല ജനത്തെയും പ്രകാശിപ്പിക്കുവാനിടയായി. കണ്ണ് നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതവും നല്ലതായിരിക്കും. കണ്ണ് നല്ലതാണെങ്കിൽ, ആരോഗ്യമുള്ള കണ്ണാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം മുഴുവനും വെളിച്ചം കൊണ്ട് കർത്താവ് നിറയ്ക്കും. കണ്ണ് നല്ലതല്ലെങ്കിൽ, നന്നായിട്ട് കാണാൻ മനസ്സില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ഇരുളായിത്തീരും. ഇത് മനസ്സിലാക്കാൻ പാടാ, പക്ഷെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹപ്പെട്ട ഒരു ജീവിതമായിരിക്കും. കാരണം യേശുക്രിസ്തു പറയുന്നു, നിന്റെ ജീവിതം എന്തായി തീരണം? പ്രകാശമുള്ളതായിരിക്കണം, സക്സസ്ഫുൾ ആയിട്ടിരിക്കണം. അതിന് കർത്താവ് പറഞ്ഞു, നിന്റെ കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക്. എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം, നിന്റെ ജീവിതത്തിൻ്റെ വിളക്ക് നിന്റെ കണ്ണ്. ഹൗ യു സീ, നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ കാണുന്നു, സാഹചര്യങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതം പ്രകാശിക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുന്നത് നന്നായി കാണുന്നില്ലെങ്കിൽ, ഇഫ് യു കുഡന്റ് സീ ഇറ്റ് പ്രോപ്പർലി, ജീവിതം അന്ധകാരമായി തീരും. നമുക്കറിയാം, വെളിച്ചം ഒരിക്കലും മറച്ചു വയ്ക്കാനേ സാധിക്കത്തില്ല. ഒരു വിളക്ക് കൊളുത്തിയാൽ ഒരിക്കലും നമ്മൾ പറയിൻ കീഴിൽ വയ്ക്കാൻ ആഗ്രഹിക്കത്തില്ല.
ആ മുറി മുഴുവനും കിട്ടാവുന്ന സ്ഥലം നോക്കി ഒരു തണ്ടുണ്ടെങ്കിൽ ആ തണ്ടിന്മേലെ നമ്മൾ വയ്ക്കത്തുള്ളൂ. ഒരു ദൈവ പൈതലെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ഒരു രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ഒരു പൈതലെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തെ കത്തിച്ചതാരാ? കർത്താവ്. അപ്പൊ അവൻ്റെ ജീവിതം എവിടെയായിരിക്കണം? തണ്ടിന്മേൽ വെക്കപ്പെട്ട ഒരു വിളക്ക് പോലെ അവൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരണം, അത് വെളിച്ചമായി തീരണം. പൊതുവെ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെല്ലാം അവർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അത് നല്ലതാണ്, മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏറ്റവും ഉത്തമമായ കാര്യം, കർത്താവായ യേശു ക്രിസ്തു സകല മാനവരുടെ വെളിച്ചമായി ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ പുത്രനായ യേശു ക്രിസ്തുവിനെ പിൻഗമിക്കുന്ന നിങ്ങളും ഞാനും അതേപോലെ മറ്റുള്ളവർക്ക്, ലോകം മുഴുവനും ജനങ്ങൾക്ക് വെളിച്ചമായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്തുള്ളവർക്കും അടുത്ത് താമസിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഒരു വെളിച്ചമായി ജീവിക്കാൻ നാം കടപ്പെട്ടവരാണ്. കണ്ണ് ശരീരമായിരിക്കുന്നത് പോലെ, കണ്ണ് ശരീരത്തിന് വിളക്കായിരിക്കുന്നത് പോലെ ഉള്ളായ മനുഷ്യൻ്റെ കണ്ണുകൾ അവൻ്റെ ആത്മീയ ജീവിതത്തിന് വെളിച്ചമായി കാണപ്പെടും. കണ്ണില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. നമുക്കറിയാം, കണ്ണില്ലെങ്കിൽ കാഴ്ച ഉണ്ടാവത്തില്ല, കണ്ണില്ലെങ്കിൽ പ്രത്യാക്ഷ എല്ലാം നഷ്ടപ്പെടും. നമ്മൾ ഭാവിയെക്കുറിച്ച് നമുക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവുന്ന സ്വപ്നം പോലും കാണാൻ കഴിയത്തില്ല. പക്ഷെ കണ്ണുണ്ടെങ്കിലോ, സൂര്യൻ ഭയങ്കര ബ്രൈറ്റാ, പക്ഷെ കണ്ണില്ലെങ്കിലോ, സൂര്യൻ എത്ര ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കണ്ണില്ലാത്തവന് സൂര്യനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും കാണാനേ സാധിക്കത്തില്ല. അതേപോലെ അതിനേക്കാളും മഹത്വവും ബ്രൈറ്റുമുള്ള കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ ആത്മീയ കണ്ണുകൾക്ക് എന്തുണ്ടായിരിക്കണം? കാഴ്ച ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കർത്താവ് എത്ര ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. യു ആർ നോട്ട് ഗോയിങ് ടു സീ അവർ ലോർഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. നല്ല കാഴ്ച ഉള്ളവൻ അവൻ എപ്പോഴും വെളിച്ചത്തിലെ ജീവിക്കത്തുള്ളൂ. അവൻ്റെ ജീവിതം എപ്പോഴും തണ്ടിന്മേൽ വയ്ക്കപ്പെട്ട ഒരു വിളക്കായി, ഒരു മനോഹരമായ വെളിച്ചമായി അവൻ്റെ ജീവിതം കാണപ്പെടും. യഥാർത്ഥത്തിൽ നാം എല്ലാവരും ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടോ ഇല്ലയോ എന്ന് ശോധന ചെയ്യേണ്ട സമയത്തിലാണ് നാം വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടോ? നമ്മുടെ കണ്ണ് ക്ലീനാണോ? നമ്മുടെ ഐസൈറ്റ്, നമ്മൾ കാണുന്നതെല്ലാം യേശു ക്രിസ്തു കാണുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ശോധന ചെയ്ത് നോക്കേണ്ട സമയത്തിലാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും പലരും പലതും പഠിപ്പിക്കും. വചനത്തെ ഫാൾസ് ടീച്ചിങ്ങും ബൈബിളിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്, ട്രൂ ടീച്ചിങ്ങും ബൈബിളിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. പിശാചി വശീകരിക്കുന്നതും ഇത് പഠിപ്പിച്ചിട്ടാണ്. ലോകപ്രകാരമായി തിന്മകൾ ചെയ്യാൻ, തെറ്റായ വഴികളിൽ നടത്താനും പിശാചി എടുത്തിരിക്കുന്ന വചനം ഈ ബൈബിൾ തന്നെ. സോ ബ്ലൈൻഡ് ബിലീവേഴ്സ് ആയിട്ടിരിക്കരുത്. യു ഷുഡ് റീഡ്. കണ്ണുകളെ തുറന്ന് ശ്രദ്ധയോടെ ഈ വേദപുസ്തകം വായിച്ച് സത്യം മനസ്സിലാക്കി അതിനെ ഗ്രഹിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഒരു മറ്റുള്ളവർക്കും ദൈവരാജ്യത്തിനും ഒരു വെളിച്ചമുള്ള, ഒരു പ്രകാശമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ഭാഗം നാം ധ്യാനിക്കുമ്പോൾ യേശു എങ്ങനെ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വെളിച്ചമായി കാണപ്പെട്ടോ അതേപോലെ നിങ്ങളും ഞാനും മറ്റുള്ളവർക്ക് വെളിച്ചമായി കാണപ്പെടാനാണ് ഈ ഭാഗം ദൈവം നമ്മളെ കൊണ്ട് ധ്യാനിപ്പിക്കുന്നത്. യേശു പറഞ്ഞത് നിന്റെ കണ്ണാണ് നിന്റെ ശരീരത്തിൻ്റെ വിളക്കെന്നും നിന്റെ കണ്ണാണ് നിന്റെ ജീവിതത്തിൻ്റെ വിളക്കെന്നും വളരെ വ്യക്തമായി യേശു കർത്താവ് ഇവിടെ പറയുകയാണ്. വളരെ സിമ്പിളാണ് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ആ കണ്ണ് എന്താണെന്നറിയാമോ? നമ്മുടെ സ്വഭാവത്തെ കാണിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ കാണിക്കുന്നു.
നിങ്ങളുടെ ഹൃദയം എന്താണ് സ്വീകരിക്കുന്നോ അതേ നിങ്ങളുടെ ഹൃദയം വെളിപ്പെടുത്തത്തുള്ളൂ. നിങ്ങളുടെ കണ്ണെന്ത് കാണുന്നോ അതേ നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുള്ളൂ. നിങ്ങളുടെ കണ്ണും കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നന്മ പ്രാപിച്ചാൽ അതിലിരുന്ന് വെളിപ്പെടുന്നത് നന്മയെ വരത്തുള്ളൂ. ഇഫ് യു റിസീവ് ഗുഡ് തിങ്സേ പുറത്ത് വരത്തുള്ളൂ. നീ ആരോടെ കൂടെ നടക്കുന്നോ അവരെ പോലെയായിരിക്കും നിങ്ങളുടെ ജീവിതം. പട്ടണങ്ങളിൽ പോയാൽ നമുക്കറിയാം, പട്ടണത്തിൽ സിറ്റിയിൽ പോയാൽ ഒത്തിരി ലൈറ്റ്സ് ഉണ്ടാവും. പ്രത്യേകിച്ച് എറണാകുളം സിറ്റി പോയി കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ലൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനേക്കാളും മില്യൺ ടൈംസ് വലുതാണ് സ്റ്റാർസ്. പക്ഷെ നമ്മൾ ആരും എന്ത് ചെയ്യത്തില്ല, സ്റ്റാർസിന് എന്ത് ചെയ്യത്തില്ല, ശ്രദ്ധിക്കത്തില്ല. ഈയിടയ്ക്ക് പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞോളൂ, ആരെങ്കിലും സ്റ്റാറിനെ ശ്രദ്ധിച്ചോ? ഇല്ല. അവിടെ കിടന്ന് കുഞ്ഞു കുഞ്ഞു ബൾബ്. ഇന്ന് പല ആത്മീയ ഗോളത്തിൽ ഇതാ സംഭവിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന വിലപ്പെട്ട മഹത്വമുള്ള സത്യങ്ങൾ നമ്മുടെ കണ്ണിൽ പെടുന്നില്ല. പക്ഷേ അല്പനേരത്തേക്ക് കത്തുന്ന ചില സ്ട്രീറ്റ് ലൈറ്റ്സും അല്ലെങ്കിൽ സീരിയൽ ബൾബും കണ്ട് നമ്മൾ അയ്യോ, ചില ശൂന്യ വാക്തത്വങ്ങളെയും ചില ശൂന്യ പ്രവചനങ്ങളെയും കേട്ട് നമ്മുടെ കണ്ണ് ആരോഗ്യമുള്ള ഒരു കണ്ണായിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ധന്യമായി മാറും, സക്സസ്ഫുൾ ആയിട്ടിരിക്കും. യേശു കർത്താവ് എങ്ങനെ കണ്ടോ അതേപോലെ കാണുന്ന ഒരു ജീവിതം നയിക്കണം. എല്ലാ രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്കും എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഇരുളും വെളിച്ചവും തമ്മിൽ എപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് വിശ്വാസവും അവിശ്വാസവും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും, അല്ലേ? വിശ്വാസമുണ്ട്, അവിശ്വാസമുണ്ട്. രണ്ടും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്താ തിരഞ്ഞെടുക്കുന്നത്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. കപടഭക്തിക്കാരെ പോലെ ഉദാസീനമായിട്ട് ജീവിതം മുമ്പോട്ട് നയിക്കരുത്. ഈ ഭാഗം പ്രത്യേകിച്ച് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് കപടഭക്തിക്കാരെ വെച്ചിട്ടാ. ബി കെയർഫുൾ. ഈ കപടഭക്തിക്കാരായി മാറിയത് ആരാ? ഒരു കാലത്ത് ദൈവത്തെ യഥാർത്ഥത്തിൽ ഹൃദയം കൊണ്ട് ആരാധിച്ച് സമർപ്പണത്തോടെ നടന്നവരാണ്. കാലക്രമേണ ഇവരാരായി മാറി? കപടഭക്തിക്കാരായിട്ട് മാറി. യഹൂദന്മാരാരാ? ഫരിസേന്മാരാരാ? സ്ക്രൈബ്സ് ആരാ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ഇസ്രായേലേ, നീ എൻ്റെ ആദ്യ ജാതൻ, യു ആർ മൈ ഫസ്റ്റ് ബോൺ. പക്ഷെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യേശു കർത്താവ് ശുശ്രൂഷിക്കുമ്പോൾ കപടഭക്തിക്കാരായിട്ട് ഒരു കൂട്ടം വന്ന് നിന്നു. അവർ യഹൂദന്മാരായിരുന്നു, പാരമ്പര്യ വിശ്വാസികളായിരുന്നു അവിടെ വന്ന് നിന്നത്. എന്തിനാ അവർ വന്ന് നിന്നത്? അവർ വന്നു നിന്നത് ശ്രദ്ധിച്ച് കേട്ട് അതിനെ പാലിക്കാനല്ല, യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളെ കുറ്റപ്പെടുത്താനും കുറ്റം വിധിക്കാനും വന്ന് നിന്നവരാ. പക്ഷെ യേശു കർത്താവ് കണ്ടത് അങ്ങനെയല്ല. സകല മാനവരുടെ രക്ഷയ്ക്കായി ജീസസ് വാസ് ലുക്കിംഗ് ലൈക്ക് ദാറ്റ്. ലോകം നമ്മളെ മറ്റൊരു രീതിയിൽ കാണുമ്പോൾ ദൈവം നമ്മളെ കാണുന്നത് തൻ്റെ മക്കളായിട്ടാണ്. ആമേൻ, ഹല്ലേലൂയ. കപടഭക്തിക്കാർ അവരുടെ അപ്പിയറൻസ് ഭയങ്കര മനോഹരമായിരിക്കും. അവരുടെ ഡ്രസ്സിങ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഡ്രസ്സിങ് ആയിരിക്കും. അവരുടെ പ്രാർത്ഥന മറ്റുള്ളവരെ ആകർഷിക്കുന്ന പ്രാർത്ഥനയായിരിക്കും. ഉപവാസം തുടങ്ങിയാൽ ഓരോ ദിവസം പറയും, ഇത്ര ദിവസമായി ഞാൻ വെള്ളം കുടിച്ചിട്ട്, ഇത്ര ദിവസമായി ഞാൻ കഴിച്ചിട്ട്, ഞാൻ ഇത്ര ദിവസം ഉപവാസം. കപടഭക്തിക്കാരാ. അവരുടെ സ്പിരിച്വൽ ലൈഫിനെ മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്താൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ അവർ സ്പിരിച്വൽ ലൈഫ് ഒന്നും ഉണ്ടാകത്തില്ല, പേഴ്സണൽ പ്രെയർ ഉണ്ടാവത്തില്ല. പക്ഷെ സ്റ്റേജിൽ നിന്ന് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. പള്ളിയിൽ വന്നാൽ മുൻനിരയിൽ നിൽക്കും. കാരണം അവർ വചനം വായിക്കുന്നതും പഠിക്കുന്നതും അവരുടെ അറിവിൽ നിന്ന് മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്താനാണ്. ഐ നോ, മോശയുടെ ന്യായപ്രമാണം എനിക്കറിയാം. ദൈവികമായി ജീവിക്കാനല്ല. പലപ്പോഴും ചിലർ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ടു ഷോ അതേഴ്സ്, എനിക്ക് വചനത്തെക്കുറിച്ച് നന്നായി അറിയാം, ഇവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അവിടെ അങ്ങ് എഴുതിയിട്ടുണ്ട്. അതിനല്ല വചനം വായിക്കേണ്ടത്. മറ്റുള്ളവരിലേക്ക് പകർത്തുന്നത് നല്ലതാ, പക്ഷേ
ആദ്യം നമ്മൾ രൂപാന്തരപ്പെടണം. വി ഹാവ് ടു ട്രാൻസ്ഫോം അവർ ലൈഫ് അക്കോർഡിംഗ് ടു ദ ബൈബിൾ. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ ആ രൂപാന്തരപ്പെട്ട ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമായി തീരും. നമ്മുടെ അറിവ് അവിടെ വെളിപ്പെടുത്തേണ്ടത് വരത്തില്ല. നമ്മുടെ ജീവിതം തന്നെ അവരെ മെനയുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീരും. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും സഹായിച്ചാൽ 4 പേരെ അറിയിച്ചിട്ടേ സഹായിക്കത്തുള്ളൂ. ഞാൻ ഇന്ന വ്യക്തിയെ സഹായിച്ചു, ഇന്ന കൊടുത്തു. They want to bring all the charity in the social media. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ വലം കൈ കൊടുക്കുന്നത് നിന്റെ ഇടം കൈ അറിയരുത്. പക്ഷെ നമ്മൾ കൈയടിച്ച് എല്ലാവരോടെയും പറയും. ആമേൻ. എക്സ്റ്റേണലായിട്ട് പല ഞാൻ ആത്മീയനാണെന്നുള്ളത് ജനത്തിൻ്റെ ഇടയിൽ, സഭയുടെ മുൻപിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ശ്രദ്ധിക്കണം, ദൈവം മുൻഗണന കൊടുക്കുന്നത് എല്ലാം പിതാവിൻ്റെ കരുണയാണ്. ഈ എക്സ്റ്റേണൽ അപ്പിയറൻസസിന് ഒന്നും കർത്താവ് മുൻഗണന കൊടുത്തില്ല. കർത്താവ് കൊടുത്തതെല്ലാം പാപികളോട്, പാപം ചെയ്തവനോട്, പിന്മാറ്റത്തിൽ പോയവനോട്, പിന്തിരിഞ്ഞു പോയവനോട് കർത്താവ് കാണിച്ചത് കമ്പാഷനാണ്. ഹി ഷോഡ് ഹിസ് മേഴ്സി. വീണ് കിടന്നവനെ വീണ്ടും ചവിട്ടാനല്ല ദൈവം ആഗ്രഹിച്ചത്, വീണവനെ കർത്താവ് വീണ്ടെടുപ്പാൻ ആഗ്രഹിച്ചു. അകന്നുപോയവനെ പോട്ടെ എന്ന് വിചാരിച്ചതല്ല. ഹി ട്രൈ ടു ടേക്ക് അസ് ബാക്ക്. നമ്മളെ വീണ്ടും തിരിച്ചെടുക്കാൻ ശ്രമിച്ചു. കരുണയ്ക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. ക്ഷമിക്കണം. വി ഷുഡ് ഫർഗീവ് അതേഴ്സ്. ക്ഷമിക്കണം. കണ്ണ് നന്നായിരുന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവം നമ്മുടെ ഹൃദയം. ഇഫ് അവർ ഹാർട്ട് ഈസ് റൈറ്റ് ദെൻ വി ക്യാൻ ഫർഗീവ് അതേഴ്സ്. നമ്മുടെ ഹൃദയം നല്ലതാണെങ്കിൽ മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമിക്കാൻ. ആലോചിച്ച് നോക്കി, നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം നല്ലതാണോ മോശമാണോ ഒന്ന് പരിശോധന ചെയ്ത് നോക്കി. നമുക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവരെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നമ്മുടെ സമൂഹമാണ് ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നതും നിന്ദിക്കുന്നതും. ഒരു ചാൻസ് കിട്ടാനാണ് നോക്കിയിരിക്കുന്നത് മറ്റുള്ളവരെ പരിഹസിക്കാൻ. ഏറ്റവും കൂടുതൽ ട്രോൾ ഇറക്കുന്നത് നമ്മുടെ സമൂഹമാണ്. പക്ഷെ കർത്താവ് പറയുന്നു, പകരം അകത്ത് വരുന്നവൻ നിന്റെ വെളിച്ചം അവൻ എന്ത് ചെയ്യണം? കാണണം. അകത്ത് വരുന്നവൻ നമ്മുടെ വെളിച്ചം ഉണ്ടായിട്ട് വേണം കാണാനല്ലേ. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചെവ്വയുള്ളതെങ്കിൽ നിന്റെ ജീവിതം മുഴുവനും പ്രകാശമായിരിക്കും. കണ്ണ് ചെവ ഉള്ളെങ്കിൽ, മനസ്സ് ചെവ ഉള്ളെങ്കിൽ, ഹൃദയം ചെവ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം ചെവയുള്ളതായിരിക്കും. ആമേൻ. മനസ്സിലാക്കുന്നുണ്ടോ? ശരിയല്ലേ? ക്രിസ്ത്യാനികൾ ഒത്തിരി പേരുണ്ട്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്മാറ്റത്തിൽ ജീവിക്കുന്നവരുണ്ട്, പിന്മാറിപ്പോയവരുണ്ട്, മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, ദിനംപ്രതി മാനസാന്തരത്തോടെ ജീവിക്കുന്നവരുണ്ട്, ദിനംപ്രതി ശോധന ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, വചനം വായിച്ച് ജീവിക്കുന്നവരുണ്ട്, അതിനപ്പുറമായിട്ട് വചനം വായിച്ച് ധ്യാനിച്ച് ജീവിക്കുന്നവരുണ്ട്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ സമർപ്പിക്കുന്നവരുണ്ട്. ആത്മീയ സഭകൾ ഇന്ന് പുറമേ ഉള്ള ആത്മീയ കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു ഓരോ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനാണ് മുൻഗണന കൊടുത്തത്. നിൻ്റെ കണ്ണ് എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ നിൻ്റെ മനസ്സ് എങ്ങനെ ഇരിക്കണം, നിൻ്റെ ഹാർട്ട് എങ്ങനെ ഇരിക്കണം, നിൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കണം? നല്ലതായിരിക്കണം. അടുത്തവരുടെ കൈ പിടിച്ച് പറഞ്ഞിട്ട് നല്ല ഹൃദയം ഇരിക്കണം, നല്ല ഹൃദയമായിരിക്കണം. നമ്മുടെ ഹൃദയം നമ്മുടെ മനോഭാവത്തെയും നമ്മുടെ സ്വഭാവത്തെയുമാണ് കാണിക്കുന്നത്. ഈ ഭാഗം നമ്മൾ ഒന്നുകൂടെ ആഴത്തിലിറങ്ങി ധ്യാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെ ജീവിതവും പ്രകാശമായി തീരും.
ഒന്ന് നമ്മൾ ആഴമായിട്ട് ചിന്തിച്ച് ധ്യാനിച്ച് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പരിഹരിച്ച് മുമ്പോട്ട് പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ കാലങ്ങൾക്ക് മുൻപ് രക്ഷിക്കപ്പെട്ട ആദ്യത്തെ ദിവസം, നമ്മൾ രക്ഷിക്കപ്പെട്ട ആദ്യകാലം ഒന്ന് റീവൈൻഡ് അടിച്ചു നോക്കാം. നമ്മളന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ ദൈവമക്കളോടൊപ്പം ആരാധിക്കുമ്പോൾ അന്ന് പ്രാപിച്ച ആനന്ദവും സന്തോഷവും ഇന്നും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അന്ന് ഒത്തിരി ആനന്ദവും സന്തോഷവും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ല. ഒരു കള്ളം പോലും പറയാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ല, ദേഷ്യപ്പെടത്തില്ല. രാവിലെ എണ്ണിച്ച ആദ്യം തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം പറഞ്ഞ് വളരെ അത് വേറെ ലെവലായിരുന്നു. അന്ന് ലഭിച്ച ആനന്ദവും ഇന്ന് അനുഭവിക്കുന്ന ആനന്ദത്തിനും വളരെ വ്യത്യാസമുണ്ട്. അന്ന് കർത്താവോട് കൂടെ ചേർന്നിരുന്നായിരുന്നു പ്രാർത്ഥനയും ആരാധനയും എല്ലാം. കള്ളം പറയാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനൊരു ചെറിയ കള്ളം പറഞ്ഞു. ചെറിയ കള്ളം പറഞ്ഞപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം വേദനിച്ചു. കർത്താവേ, ഞാൻ കള്ളം പറഞ്ഞു പോയി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, സാരമില്ലടാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു കള്ളം കൂടെ പറയാൻ എന്ത് ചെയ്തു? ലൈസൻസ് കിട്ടി. അതിന് നല്ലൊരു എക്സാമ്പിൾ പറയാം. ഞാനൊക്കെ തൂമ്പപ്പണിക്കാരനൊന്നുമല്ല. ഞാനൊക്കെ എപ്പോഴെങ്കിലും തൂമ്പ എടുത്ത് 1-2 മണിക്കൂർ പണിത് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ പൊട്ടാൻ തുടങ്ങും, അല്ലേ? പണി ചെയ്യുന്നവർക്കറിയാം. ആദ്യം പണി തുടങ്ങുമ്പം നമുക്ക് നമ്മുടെ തൊലിയെല്ലാം പൊട്ടാൻ തുടങ്ങും, വേദനിക്കും. അയ്യോ, ഈ പണി നമുക്ക് ആവത്തില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ പണിയുമ്പം തൊലി എന്തു ചെയ്യും? കട്ടി വയ്ക്കും. കട്ടി വെച്ചിട്ട് പിന്നെ എത്ര പണിതാലും, പിന്നെ എത്ര കള്ളം പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഞായറാഴ്ച വന്ന് നിന്ന് ആരാധനയ്ക്ക് ഒരു കുറവുമില്ല, കള്ളം പറയുന്നതിനും ഒരു കുറവുമില്ല. നമ്മുടെ കാര്യമാണ് പറഞ്ഞ കപടഭക്തിക്കാരാണ് ഇന്ന് സഭകളിൽ ഏറ്റവും കൂടുതൽ. നുണ പറയാൻ, കള്ളം പറയാൻ, പരിഹസിക്കാൻ, നിന്ദിക്കാൻ ചാൻസ് നോക്കിയിരിക്കും, അല്ലേ? ചാൻസ് നോക്കിയിരിക്കും. നമ്മൾ മാനസാന്തരപ്പെടേണ്ട സമയം എടുത്തു വന്നിരിക്കുക. വി ഷുഡ് റിപ്പന്റ്. ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതോടൊപ്പം ശത്രുക്കളെ സ്നേഹിക്കണം, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാഴ്ച നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ജീവിതം ഇരുട്ടിലായത്. ഇന്ന് കുറേ പേര് ഇങ്ങനെ ട്രോളിലിരിക്കുക. ശ്രദ്ധിക്കുക, പരിഹസിക്കാനല്ല ദൈവം നിങ്ങളെയും എന്നെയും രക്ഷിച്ചത്. സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിലയേറപ്പെട്ട പാത്രങ്ങളാണ്. ഒരു ഉറവിലിരുന്ന് പരിഹാസത്തിൻ്റെ വെള്ളവും വരത്തില്ല, സ്തുതിക്കുന്ന വെള്ളവും വരത്തില്ല. ഒന്നി സ്തുതിയായിരിക്കും, അല്ലെങ്കിൽ പരിഹാസമായിരിക്കും. പക്ഷെ കപടഭക്തിക്കാർക്ക് ഇത് രണ്ടുമുണ്ട്. അത് തന്നെ വലിയ അത്ഭുതമാണ്. ഒരേ ഉറവിലിരുന്ന് രണ്ട് വരണമെങ്കിൽ അത് കപടഭക്തിക്കാരുടെ ഉറവാണ്. ആമേൻ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വളരെ ശ്രദ്ധയോടെ വേണം ജീവിക്കാൻ. പരിഹാസം നമുക്കുള്ളതല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. തൂമ്പപ്പണി ചെയ്യുമ്പം നമ്മൾ കൈ മുറിയുമ്പം ഓർത്തോളാം, ഇത് നമുക്കുള്ള പണിയല്ല. ആദ്യം കള്ളം പറഞ്ഞപ്പം ഹൃദയം വേദനിച്ചു, മാനസാന്തരപ്പെട്ടു. പിന്നെ സാരമില്ല എന്ന് പിശാച് പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കള്ളം പറയാനും, നുണ പറയാനും, പരദൂഷണം പറയാനും, പ്രതികാരം വീട്ടാനും നമ്മളും ട്രോളി കയറിയിരുന്നു. നമ്മൾ ലൈക്ക് അടിക്കാനൊക്കെ തുടങ്ങി.
പ്രിയ സഹോദര സഹോദരിയെ, ദൈവസഭയെ, പരിഹാസവും നിന്ദയും നിങ്ങളെ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയല്ല. രക്ഷിക്കപ്പെട്ടപ്പം സ്നാനപ്പെട്ടപ്പം ദേഷ്യപ്പെടാറേ ഇല്ല. പക്ഷെ ഇപ്പോഴോ Do you know, sin is very powerful. നിന്നെ നശിപ്പിക്കാൻ പാപത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് പാപത്തിന് ഇടം കൊടുക്കരുത്. ഡോണ്ട് അലോ സിൻ ഇൻ യുവർ ലൈഫ്. അറിഞ്ഞിട്ട് പാപം ചെയ്യാൻ നീ അനുവദിക്കല്ലേ. ഇന്ന് ലോകത്തിൽ സഭകൾ മുഴുവൻ ഇങ്ങനെ 20-30 വർഷം മുമ്പെല്ലാം ആദ്യ പെന്തക്കോസ്തുകാരൊക്കെ ഭയങ്കര ആരാധനയും സമർപ്പണവും ഒക്കെ ആയിരുന്നു. ഇന്ന് നമ്മുടെ സഭകളും പാരമ്പര്യത്തിലേക്ക് പ്രവേശിച്ചു. ഒരിക്കൽ ഏകദേശം ഒരു 10-11 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ചർച്ചിൽ പോവുക. മാതാപിതാക്കൾ അങ്ങനെ റെഗുലറായിട്ട് ചർച്ചിൽ പോകുന്നവരല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പോകുന്നവരായിരുന്നു. ഈ പെൺകുട്ടി ആദ്യമായിട്ട് പോകുന്നത് 10-11 വയസ്സേ ആയിട്ടുള്ളൂ. പോയ ദിവസം ഗുഡ് ഫ്രൈഡേ ആയിരുന്നു. നമുക്കറിയാം, ഗുഡ് ഫ്രൈഡേ യൂഷ്വലി ആരാധനയുടെ സമയം ഇച്ചിരി കൂടും, പ്രാർത്ഥനയുടെ സമയം ഇച്ചിരി കൂടും. പ്രത്യേകിച്ച് പ്രസംഗം വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്ററിന് യേശുക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രത്തെയും ക്രൂശീകരണത്തെയും എല്ലാം പറഞ്ഞാൽ അന്നത്തെ യോഗം അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ വന്നിരുന്ന എല്ലാവരും ഗുഡ് ഫ്രൈഡേ ആണല്ലോ, ഇവർക്കറിയാം എന്തായാലും ഇന്ന് സമയം കൂടുതലായിരിക്കും. പാസ്റ്റർ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പാസ്റ്റർ എന്തെന്ത് പോയിൻ്റ് അടുത്തത് പറയുന്നത് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിക്ക് വളരെ പിടിയില്ലായിരുന്നു, ആദ്യമായിട്ട് ആ ചർച്ചയിൽ വരുന്നത്. പക്ഷേ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും മനോഹരമായിട്ടും അവിടെ ആ ശുശ്രൂഷകൻ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാനിടയായി. യേശു കർത്താവ് ചെയ്ത വീര്യ അത്ഭുത പ്രവൃത്തികളെല്ലാം, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെയും പാപികളെ സ്നേഹിച്ചതെയും പിന്മാറ്റത്തിൽ പോയവനെ വീണ്ടും തിരിച്ചു വരുവാൻ കാത്തിരുന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞ് അവസാനം ഇത്രയും നന്മ ചെയ്ത കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്, അതും പ്രത്യേകിച്ച് യൂദാസ് കൂടെ നടന്ന 12 പേരിൽ ഒരുവനാണ് ഉറ്റിക്കൊടുത്ത കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ആൾക്കാർ, അവിടെ സ്ഥിരമായിട്ട് വരുന്ന വിശ്വാസികൾ, പാസ്റ്റർ ഇതല്ലേ എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നതല്ലേ, അടുത്ത പോയിൻ്റ് ഇവർക്കറിയാമായിരുന്നു. പക്ഷേ ഈ കൊച്ചു ഓരോ പോയിൻറ്റും കേൾക്കുമ്പം ഇവളുടെ ഹൃദയം അങ്ങ് ഉരുകുമായിരുന്നു. കാരണം കൂടെ നടന്ന പത്രോസ് പെട്ടെന്ന് 1-2 പ്രാവശ്യമല്ല, കൂടുതൽ പ്രാവശ്യം യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ ഇടയായി. പീലോത്താസും കൈയൊഴിഞ്ഞു. പാവമില്ല എന്ന് കണ്ടിട്ടും നേതാക്കന്മാരെല്ലാവരും കൈയൊഴിഞ്ഞു. ഒരു കുറ്റവും ചെയ്യാത്ത യേശുവിനെ തല്ലി ചതച്ച് തുപ്പി തലയിൽ മുൾക്കിടം ചൂടി ക്രൂശിൽ തറച്ചു. ജനങ്ങൾക്ക് ഒരു വികാരമില്ല, ഒന്നുമില്ല. ഇതൊക്കെ സ്ഥിരം കേൾക്കുന്നത് അച്ചോ പെട്ടെന്ന് നിർത്തിക്കോ എന്നുള്ളൊരു രീതിയിൽ. മൗനമായിരുന്ന സഭയിൽ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. തിങ്ങി ഒരു ശബ്ദം, കരയുന്ന ശബ്ദം, നിലവിളിക്കുന്ന ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പം ഈ പെൺകുട്ടിയായിരുന്നു, ഈ കുഞ്ഞു കൊച്ചായിരുന്നു കരയുന്നത്. അവൾ അപ്പൻ്റെ മടി കിടന്നിട്ട് ഭയങ്കര കരച്ചില. വൈ ദേ ഡിഡ് ദിസ് തിങ് ടു ക്രൈസ്റ്റ്? എന്തിനാ ഈ കഷ്ടം കർത്താവിന് കൊടുത്തത്? കർത്താവ് ഒരു പാപവും ചെയ്തില്ലല്ലോ. എത്ര നല്ലവനായിരുന്നു, എത്ര സ്നേഹമുള്ളവനായിരുന്നു. കൂടെ നടന്നവർ പോലും ഉറ്റിക്കൊടുത്തു, കൂടെ നടന്നവർ തള്ളിപ്പറഞ്ഞു, കൂടെ നടന്നവർ സംശയിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് യേശുവിനെ ഇങ്ങനെ ക്രൂശിച്ചെന്ന് പറഞ്ഞിട്ട് കരയുന്ന ഒരു അവസ്ഥ ആ സഭയുടെ നടുവിൽ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, നമ്മുടെ ഓരോ കൂടിവരവും ഈ കപടഭക്തിക്കാർ കൂടി വരുന്നത് പോലെ നമ്മൾ കൂടി വരരുത്. അത് നല്ലതല്ല. നമ്മൾ കൂടി വരുമ്പോൾ നല്ല ഒരു കാഴ്ചയോട്, ഒരു ആരോഗ്യമുള്ള ഒരു മനസ്സ്, നല്ല മനസാക്ഷിയോട്, ഹൃദയം എല്ലാം ശുദ്ധീകരിച്ച് നമ്മുടെ കുറവുകളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഇന്ന് കർത്താവ് എന്നോട് എന്താണ് സംസാരിക്കുന്നത്, ഇന്ന് എന്നോട് സംസാരിക്കുന്ന കാര്യത്തിൽ ഞാൻ മാനസാന്തരപ്പെട്ട് കർത്താവോട് കൂടെ ജീവിക്കുമെന്നുള്ള മനോഭാവത്തോടു കൂടെ വന്നാൽ തീർച്ചയായിട്ടും പരിശുദ്ധനായ ദൈവം നമ്മളോട് സംസാരിക്കും. മനസ്സിലാകുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെ
ലോകത്തിൽ പല സഭകളിലും അനേകർ കപടഭക്തിക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഓർത്തോളം അതിൽ ഒരു കൂട്ടരുണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കർത്താവിൻ്റെ വചനത്തിന് മുൻഗണന കൊടുത്ത് സമർപ്പിച്ച് അവരുടെ കണ്ണിനെ അല്ലെങ്കിൽ ഹൃദയത്തെ അല്ലെങ്കിൽ അവരുടെ മനോഭാവത്തെ ശുദ്ധീകരിച്ച് നല്ല കാഴ്ചയോട് ജീവിക്കുന്നവരുടെ ജീവിതം ഹല്ലേലൂയ അനേകർക്ക് പ്രകാശമായി തീർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെയും എൻ്റെയും ജീവിതം പ്രകാശമായി തീരാൻ കാരണക്കാരൻ ഒരുവനുണ്ടായിരുന്നു. ഓർത്തുള്ള അതേപോലെ നിങ്ങളുടെയും എൻ്റെയും ജീവിതം മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായി തീരണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന അന്ധകാരത്തിൻ്റെ അവസ്ഥകൾ മാറി, ഇരുളിൻ്റെ അവസ്ഥ മാറി, ബന്ധനത്തിൽ കിടക്കുന്ന അവസ്ഥ മാറി, കാരാഗ്രഹത്തിൽ കിടക്കുന്ന അവസ്ഥ മാറി അവർ ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഓർത്തോളം നിങ്ങളും ഞാനും നമ്മുടെ മനസ്സ്, നമ്മുടെ മനോഭാവം, നമ്മുടെ ഹൃദയം നല്ല കാഴ്ചയുള്ള കണ്ണായിരിക്കണം, ഗുഡ് ഐസ് ആയിരിക്കണം, നല്ല മനോഭാവമുള്ളായിരിക്കണം. നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? യേശു കണ്ടതുപോലെ കാണണം. ലോകം മത്തായിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ചുങ്കക്കാരനെന്നാണ്. പക്ഷേ യേശു കർത്താവ് മത്തായിനെ കണ്ടപ്പോൾ അവനെ ഒരു സുവിശേഷകനായിട്ട് കണ്ടു. പുതിയ നിയമത്തിൽ ആദ്യത്തെ സുവിശേഷം എഴുതാനായിട്ട് ദൈവം കണ്ടത് മത്തായിനെ. പക്ഷെ ലോകം മുഴുവനും കണ്ടത് മത്തായിനെ അവനൊരു ചുങ്കക്കാരനാണ്, അവൻ കള്ളുകുടിയനാണ്, അവൻ പാപികളോടുകൂടെ ഇരിക്കുന്നവനാണെന്ന്. പക്ഷെ യേശു കണ്ടതുപോലെ കണ്ടാൽ, ഹല്ലേലൂയ, യേശു കണ്ടതുപോലെ മറ്റുള്ളവരെ കാണാൻ നമ്മൾ തുടങ്ങിയാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ വെളിച്ചം അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ തുടങ്ങും. പത്രോസിനെ ലോകം മുഴുവനും കണ്ടത് മുക്കുവനായിട്ടാണ്. പക്ഷേ യേശു കണ്ടത് അവനെ മനുഷ്യരെ പിടിക്കുന്നവരായിട്ടാണ്. എന്നിട്ടും അവൻ തള്ളിപ്പറഞ്ഞു. എന്നിട്ടും കർത്താവ് അവനെ കണ്ടത് അവൻ മനുഷ്യനെ പിടിക്കുന്നവരായിട്ടാണ്. അവൻ്റെ ആദ്യത്തെ ശുശ്രൂഷയിൽ 3000-ന് അധികം പേർ സ്നാനപ്പെട്ട് സഭയോട് ചേർക്കപ്പെട്ടെന്ന ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, ലോകം ശൗലിനെ കണ്ടത്, പൗലോസിനെ കണ്ടത് സഭകളെ നിന്ദിക്കുന്നവനായിട്ടാണ്. പക്ഷെ സ്വർഗം അവനെ കണ്ടത് അനേകർ അവൻ രക്ഷയുടെ അനുഭവത്തിൽ വഴി നടത്തുന്ന ഒരു അപ്പോസ്തലനായിട്ട് സ്വർഗത്തിലെ ദൈവം കണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, സാഹചര്യത്തിന് ഒത്തവണ്ണം ജീവിക്കാനല്ല നിങ്ങളെയും എന്നെയും വിളിച്ചത്. പ്രതികൂലമാണ്. വെറും 5 അപ്പവും 2 മീനുമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കയ്യിലായിരുന്നിരുന്നെങ്കിൽ നമ്മൾ കരഞ്ഞേനെ. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ആയുസ് മുഴുവനും പണിയെടുത്താൽ ഇവർക്ക് ഭക്ഷണം കൊടുത്താൽ തീരത്തില്ല. പക്ഷെ കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? 5 അപ്പത്തെയും 2 മീനെയും കയ്യിലെടുത്ത് വാഴ്ത്തിയതുപോലെ കർത്താവ് കണ്ടതുപോലെ ഹല്ലേലൂയ നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ, ഇല്ലായ്മയായിരിക്കാം, കുറവുകളായിരിക്കാം, പക്ഷെ ഹല്ലേലൂയ യേശു ക്രിസ്തു പ്രതികൂലത്തിൻ്റെ നടുവിലും ആ പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ കാണാൻ തുടങ്ങിയോ അങ്ങനെ നിങ്ങളും കാണാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതം വെളിച്ചമായി തീരും. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. സാഹചര്യം കണ്ടല്ല ജീവിക്കേണ്ടത്, മറ്റുള്ളവരുടെ സ്വഭാവം കണ്ടല്ല തീർമാനിക്കേണ്ടത്, മറ്റവർ ചെയ്യുന്ന ജോലി കണ്ടല്ല തീർമാനിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, നീ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാ. ദൈവം നിന്നെ എങ്ങനെ കണ്ടിരുന്നറിയാമോ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിട്ട് നീ ജനിക്കുന്നതിന് മുമ്പേ കണ്ടതുകൊണ്ട് ഇന്ന് നീ ദൈവ മക്കളായിട്ട് ജീവിക്കാൻ കാരണം. അതുകൊണ്ട് ഹല്ലേലൂയ, നീ ഇനി പാപിയല്ല. ലോകം നിന്നെ പാപിയായി വിധിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ എറ്റേണൽ ഡിസിഷൻ എന്തായിരുന്നെന്നറിയാമോ? ദൈവം നിന്നെ എങ്ങനെ കണ്ടിരുന്നറിയാമോ? ഹല്ലേലൂയ, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി നിന്നെ കണ്ടിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒന്ന് പരിശോധന ചെയ്ത് നോക്കാം, നമ്മുടെ കണ്ണുകളെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം, നമ്മുടെ കാഴ്ച ഒന്ന് ശോധന ചെയ്ത് നോക്കാം, നമ്മുടെ നടപ്പിനെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ ഓടുന്നോ? ഇല്ല. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മുടെ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നോ? നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നത്? പ്രകാശമുള്ള ഒരു ജീവിതമാണോ? ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ശരീരത്തിൻ്റെ വിളക്ക്, ജീവിതത്തിൻ്റെ വിളക്ക് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ കണ്ണാണ്, നമ്മുടെ കാഴ്ചയാണ്. അത് ചെവ്വയുള്ളതെങ്കിൽ, അത് നല്ലതാണെങ്കിൽ നിൻ്റെ ജീവിതം മുഴുവനും സക്സസ്ഫുള്ളായിട്ടിരിക്കുമെന്ന കർത്താവ് പറഞ്ഞത്, യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. പക്ഷേ ദോഷമുള്ളതെങ്കിലോ, നിൻ്റെ കാഴ്ചയിൽ ദോഷമുണ്ടെങ്കിൽ, നിൻ്റെ മനോഭാവത്തിൽ ദോഷമുണ്ടെങ്കിൽ, നിൻ്റെ സംസാരത്തിൽ ദോഷമുണ്ടെങ്കിൽ,
നിന്റെ മനോഭാവത്തിൽ ദോഷമുണ്ടെങ്കിൽ നിന്റെ ജീവിതം ഇരുട്ടുള്ളത് തന്നെ എന്ന് കർത്താവ് അരുളി ചെയ്തു. ആകയാൽ യേശു കർത്താവ് അവസാനിപ്പിക്കുക, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുൾ ആകാതിരിപ്പാൻ നോക്കുക. നിന്നിൽ ഉള്ള മനോഭാവം മോശമാകാതിരിപ്പാൻ നോക്കുക. നിന്നിലുള്ള വിശ്വാസ ജീവിതം മോശമാകാതിരിപ്പാൻ നോക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, ഒരു സക്സസ്ഫുൾ ലൈഫ് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? നിന്റെ മനോഭാവത്തെ സൂക്ഷിക്കുക, നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കുക. കപടഭക്തിക്കാരെ പോലെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ദൈവികമായ ഒരു ജീവിതം നയിക്കുന്നു എന്ന് കാണിക്കാൻ കഴിയും. വേഷം കെട്ടി നടക്കാൻ കഴിയും. മനോഹരമായ ഒരു പ്രാർത്ഥന നയിക്കാൻ കഴിയും. അനുഗ്രഹിക്കപ്പെട്ട ഒരു മനോഹരമായ സന്ദേശം, ഒരു പ്രസംഗം കൊടുക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ദൈവമായിട്ട് ബന്ധമുള്ളവൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ കപടഭക്തിക്കാരുടെ വേഷം ഒരിക്കലും ധരിക്കാൻ ആഗ്രഹിക്കത്തില്ല. അവൻ്റെ വിഷയം മറ്റുള്ളവരല്ല, സഹവിശ്വാസികളല്ല അവൻ്റെ വിഷയം. അവൻ്റെ വിഷയം ഞാനും എൻ്റെ ദൈവവും, ഞാനും എൻ്റെ ദൈവവും. ദൈവം എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, നീ വേർതിരിക്കപ്പെട്ടവനല്ലയോ? നിന്നെ രക്ഷിപ്പാൻ ക്രൂശിൽ തൻ്റെ ജീവനെ യാഗമായി അർപ്പിച്ചതാണല്ലോ. നിന്നെ മറുവിലയ്ക്ക് വാങ്ങിക്കാൻ, നിന്നെ വീണ്ടെടുപ്പാൻ യേശു ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുത്തെങ്കിൽ നീയും വില കൊടുത്ത് ജീവിപ്പാൻ വിളിക്കപ്പെട്ടവനാ. നീ വില കൊടുത്ത് ജീവിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാ. അക്രൈസ്തവരെ പോലെ, ജാതികളെ പോലെ അവരിൽ ഒരുവനായി ജീവിക്കാനല്ല. നിന്നെ അറിയാതെ ശത്രു വശീകരിക്കും. നിന്നെ അറിയാതെ ക്രൗഡ് നിന്നെ വശീകരിക്കും. നിന്നെ അറിയാതെ പല ട്രോളും നിന്നെ വശീകരിക്കും. നിന്നെ അറിയാതെ പല സോഷ്യൽ മീഡിയാസ് വശീകരിക്കും. നിന്നെ അറിയാതെ പല കള്ളപ്രവാചകന്മാർ നിന്നെ വശീകരിക്കും. ശ്രദ്ധിക്കുക. കീപ് യുവർ ഹാർട്ട് റൈറ്റ്. കീപ് യുവർ ഐസ് റൈറ്റ്. Don't look how others look at you. Look others how Jesus Christ looked at you. നിന്നെ ഒരു പാപിയായിട്ടല്ല കർത്താവ് കണ്ടത്, നിന്നെ ഒരു ദൈവ പൈതലായിട്ടാണ് സ്വർഗത്തിലെ ദൈവം കണ്ടത്. നിന്നെ വിധിക്കാനല്ല ദൈവം നിന്നെ തേടി വന്നത്, നിന്നെ വീണ്ടെടുക്കാനാണ് കർത്താവ് തേടി വന്നത്. അതേപോലെ മാനവഭാവം, നീ വിധിക്കാൻ ഒരിക്കലും ചെല്ലരുത്, നീ വീണ്ടെടുക്കാൻ ചെല്ലണം. ശത്രുക്കളെ സ്നേഹിക്കണം. പരിഹസിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്നെ വിട്ട് ഒഴിഞ്ഞു പോയവരെ, കൈവഴിഞ്ഞവരെ, you should pray for them. അതാണ് ദൈവിക കാഴ്ചപ്പാട്. ദൈവിക സ്വഭാവം എന്ന് പറയുന്നത് അതാ. Thank you, Jesus. Thank you, Jesus.